ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് തനുക്കുട്ടിക്ക് പനിയുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അവളുടെ രാവിലെ തൊട്ട് ഒരു നൈറ്റ് വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ രാവിലെ എനിക്ക് തനുക്കുട്ടൻ ഭയങ്കര കരച്ചിലാണ്. ഗൈസ്, ഈ വീഡിയോയിലുള്ള കാര്യങ്ങളെല്ലാം ഒരു കുഞ്ഞു കുട്ടിയുടെ അമ്മയ്ക്ക് മനസ്സിലാവും കേട്ടോ പെട്ടെന്ന് തന്നെ. ഈ പനിയൊക്കെ ആവുമ്പോൾ ഫുഡൊന്നും കഴിക്കില്ല, എപ്പോഴും കരച്ചിലായിരിക്കും, അമ്മ അടുത്ത് വേണം, ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ആ സമയം നമുക്കും സങ്കടമായിരിക്കും. നന്നായിട്ടൊക്കെ കളിച്ചിട്ടൊക്കെ നടന്ന കുട്ടിയല്ലേ, പെട്ടെന്ന് വയ്യാതാവുമ്പോൾ കരച്ചിൽ, ഇങ്ങനെയൊക്കെ കരയണതൊക്കെ കാണുമ്പം നമുക്ക് സങ്കടമാവും കേട്ടോ. അപ്പോൾ ഗൈസ്, നന്നായിട്ട് തനുക്കുട്ടി പനിയാണ് കേട്ടോ. ഇന്നലെ അപ്പനിയാണ്. രാവിലെ എനിക്ക് ഞാനെല്ലാം അടുക്കളയിൽ ഉള്ള ജോലിയെല്ലാം തീർത്തിട്ട് വീഡിയോ എടുക്കാൻ കേട്ടോ. പക്ഷെ അതിന് മുമ്പേ തനുക്കുട്ട എണീറ്റു. ഞാൻ തനുക്കുട്ടനെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ടൊക്കെ കാണാൻ കേട്ടോ. ഗൈസ്, അപ്പോൾ തനുക്കുട്ടിക്ക് മരുന്ന് കൊടുക്കാനുള്ള സമയമായിട്ടാ. അപ്പം ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം ഏട്ടന് ഇന്ന് സ്നാക്സ് കൊണ്ടുപോകണം, അങ്ങനെ പാക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ നോക്കാം. രാത്രി അവൾക്ക് മരുന്ന് കുടിക്കാൻ ഒട്ടും ഇഷ്ടമില്ല കേട്ടോ, ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പം മരുന്നൊക്കെ കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പം മരുന്ന് കൊടുക്കാൻ നോക്കാം കേട്ടോ. മരുന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഏട്ടനെ വിളിക്കാം. മരുന്ന് കൊടുക്കാൻ കുറച്ച് പാടാണ്, അപ്പോൾ കൊടുത്ത് നോക്കാം. ഗൈസ്, ഈ പനിയൊക്കെ വരുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഈ മരുന്ന് കൊടുക്കണ കാര്യമാണ് കേട്ടോ. എൻ്റെ തനുക്കുട്ടനാണെങ്കിൽ മരുന്നൊന്നും ഒട്ടും ഇഷ്ടമില്ല. അവൾക്ക് ഈ മരുന്നെന്ന് പറയുമ്പോഴേ ഓടി ഒളിക്കുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ. അവൾക്ക് ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ പനി വരുമ്പം ഇനി എങ്ങനെ മരുന്ന് കൊടുക്കുമെന്നാണ് ഞാൻ ആദ്യം ചിന്തിക്കണത്. ഗൈസ്, അപ്പോൾ തനുക്കുട്ടനെ ഞാൻ ഇവിടെ ഹാളിൽ കൊണ്ട് കിടത്തിയേട്ടാ. അപ്പം എനിക്ക് അടുക്കളയിൽ നിന്നാലും പെട്ടെന്ന് എനിക്ക് തനുക്കുട്ടനെ കാണാൻ പറ്റും. അപ്പോൾ അവളിങ്ങനെ വയ്യാതായി ഇങ്ങനെയാണ് കേട്ടോ, ഒന്നും മിണ്ടയൊന്നുമില്ല, ഇങ്ങനെ മിണ്ടാതെ കിടക്കും കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ അവളെ അടുത്തിരിക്കണം, അങ്ങനെ പിണങ്ങും കേട്ടോ. അപ്പോൾ തനുക്കുട്ടൻ ഇവിടെ കിടക്കണ സമയത്ത് നമുക്ക് പെട്ടെന്ന് പോയി അവൾക്ക് ചായയോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. അവളൊന്നും കഴിച്ചിട്ടില്ല രാവിലെ. അപ്പം എണീറ്റതേ ഉള്ളൂ അവൾ. എണീറ്റ് മരുന്നൊക്കെ കുടിച്ചു. ഇനി ചായയൊക്കെ ഇട്ട് കൊടുത്ത് കഴിച്ചിട്ട് ഇനി വീണ്ടും ഒരു മരുന്ന് കൂടെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം അവൾക്ക് ആദ്യം നമുക്ക് ഫുഡ് കൊടുക്കാം. അപ്പം ഞാൻ പോയി ചായയൊക്കെ ഇട്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ കിടത്തിയാൽ എനിക്ക് തനുക്കുട്ടനെ കാണാനും പറ്റും കേട്ടോ. ഞാൻ അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് നോക്കിയാൽ തനുക്കുട്ടനെ കാണാനും പറ്റും. തനുക്കുട്ട ഉറക്കെ എണീറ്റെന്ന് പറഞ്ഞപ്പം പിന്നെ ഏട്ടനും കാണാൻ വന്നു കേട്ടോ. ഗൈസ്, ഞാൻ കാപ്പിയൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും തനുക്കുട്ട ഉറങ്ങി കേട്ടാ. അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കും തനുക്കുട്ട ഉറങ്ങിപ്പോയി. ഇനി എന്തായാലും അവൾ ഉറങ്ങി എണീറ്റിട്ട് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാം. അവൾക്ക് മരുന്നിൻ്റെ ഇതുണ്ടായിരിക്കും അവൾ ഉറങ്ങിപ്പോയതായിട്ട്. അവൾ ഉറങ്ങി എണീക്കട്ടെ. തനുക്കുട്ടന് പനി ആയതുകൊണ്ട് പിന്നെ എൻ്റെ അനിയന് രാവിലെ കാണാൻ വന്നു കേട്ടോ. അവൻ മിക്ക ദിവസവും തനുക്കുട്ടനെ എന്തായാലും രാവിലെ കാണാൻ വരും കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ പിന്നെ കിച്ചണിൽ പോയി മീനൊക്കെ വയ്ക്കാമെന്ന് കരുതി കേട്ടോ.
കിച്ചണിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ തനുക്കുട്ടൻ എണീറ്റു. അപ്പോൾ അവളിങ്ങനെ നോക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ എന്നെ. അപ്പോൾ പാവമാണ്, അവൾക്ക് മരുന്ന് കൊടുക്കണം. അടുത്ത് ഒരു മരുന്ന് കൂടെ ഉണ്ട് രാവിലെ, അപ്പോൾ അത് കൊടുക്കാനാണ് അടുത്ത് പാട്. പിന്നെ തനുക്കുട്ടനെ എടുത്ത് ഞാനും എൻ്റെ അനിയനും കൂടെയൊക്കെ മരുന്ന് കൊടുത്ത് കേട്ടോ. ഇങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടൊക്കെ മരുന്നൊക്കെ കൊടുത്തു. അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല മരുന്ന് കുടിക്കാൻ. ഇപ്പോഴും ഫില്ലറിലാണ് കേട്ടോ കൊടുക്കണത്, അല്ലാതെ അളന്നിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ കുടിക്കാൻ ഇഷ്ടമില്ല. അവൾക്ക് അങ്ങനെ കുടിക്കുകയില്ല. ഇപ്പോഴും ഫില്ലറിലാണ് കൊടുക്കണത്. ഈ മരുന്നൊക്കെ കൊടുത്ത് അവളെ കരച്ചിൽ മാറ്റണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. പിന്നെ അവൾക്ക് പഞ്ചസാര കൊടുക്കണം കേട്ടോ. അവൾക്ക് മരുന്നൊക്കെ കുടിച്ചിട്ട് പഞ്ചസാര കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് പണ്ടോട്ടെ ഞാൻ അവൾക്ക് വയ്യാതാകുമ്പം മരുന്ന് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാര കൊടുക്കും കേട്ടോ. അങ്ങനെ കൊടുത്തെടുത്ത് അവൾക്ക് ഇഷ്ടമാണ്. അവളെ നോക്കണ ഡോക്ടറും പിന്നെ പറയും കേട്ടോ, ഈ മരുന്ന് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാര കൊടുത്താൽ മതി, അവൾക്ക് മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയാണെന്ന് ഡോക്ടറിന് പറയും. ഒട്ടും കുടിച്ചില്ലെങ്കിൽ ഈ മരുന്നിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഞാൻ കുറച്ച് വെള്ളമൊക്കെ അവൾക്ക് കൊടുക്കുകയാണ്. രാവിലെ എണീറ്റതിന് ശേഷം ഒന്നും കഴിച്ചില്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കി. അവൾ എൻ്റെ അടുത്ത് ചോദിച്ചേട്ടാ, അമ്മ വെള്ളം വേണമെന്ന്. അപ്പം ഞാൻ വെള്ളമൊക്കെ ചൂടാക്കി കൊടുത്തു. അപ്പം ഇന്നലെ രാത്രി അവൾക്ക് നല്ല പനി ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് പനി വന്നത്. അപ്പോൾ തന്നെ ഞാൻ പിന്നെ അവളെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിരുന്നു. പിന്നെ രാത്രി മരുന്നൊക്കെ കൊടുത്ത് കിടന്നുറങ്ങി. ഒരു 3:30 ആയപ്പോൾ വീണ്ടും പനി വന്നു. അപ്പോൾ 3:30 ആയപ്പം ഞാൻ മരുന്നൊക്കെ കൊടുത്തിട്ട് വീണ്ടും കിടന്നുറങ്ങി. ഒരു 7 മണിയൊക്കെ ആയപ്പം ഉറക്കം എനിക്കപ്പോൾ വയ്യ. ഒരു സ്പൂൺ മരുന്ന് കുടിച്ചതിന് 3-4 സ്പൂൺ പഞ്ചസാര വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ കരുതി പനിയൊക്കെ അല്ലേ അവൾ കഴിക്കട്ടെന്ന് കരുതി കൊടുത്തു. അടുത്ത് തനുക്കുട്ടന് കാപ്പി കുടിക്കാൻ സമയമായി കേട്ടോ. പപ്പടം വേണം, പപ്പടം. പപ്പടം അപ്പയ്ക്ക് ഇഷ്ടമുള്ള സാധനം. ചിക്കൻ കാപ്പിയൊക്കെ കൊടുത്തു. പക്ഷെ അവൾ കഴിച്ചൊന്നുമില്ല കേട്ടോ. വീണ്ടും അവൾ ക്ഷീണിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവൾക്ക് മുട്ടായി വേണമെന്നാണ് പറയണത്. എടുത്തേരാം കിടന്നു. കളയാം, കളയാം, അവിടെ കളയാം. വെള്ളം കൂടെ എടുത്തിട്ട് വരാം. കുട്ടനെ ഞാൻ TV-യിൽ കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം അതൊക്കെ കണ്ട് അവളിരിക്കുകയാണ്. ഇപ്പോൾ 12 മണിയാവാറായി കേട്ടോ. ഇത്രയും നേരം അവൾ ഉറങ്ങി. അപ്പോൾ പനിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പം അവൾക്ക് ബിസ്ക്കറ്റൊക്കെ വേണമെന്ന് പറഞ്ഞ് ഞാൻ കഴിക്കാനൊക്കെ എടുത്ത് കൊടുത്തു. കഴിച്ചിട്ടിരിക്കുകയാണ് അവൾ. അപ്പം ഇനി കഴിച്ചിട്ടൊക്കെ കാണും. അങ്ങനെ ഇരുന്നപ്പോഴേക്കും തനുക്കുട്ടനെ കാണാൻ തനുക്കുട്ടൻ്റെ മമ്മ വന്നു കേട്ടോ. ഞാൻ തനുക്കുട്ടനെ കാണാൻ വന്നിരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനർജി ജ്യൂസ് ഉണ്ടല്ലോ, അത് വാങ്ങി എൻ്റെ അനിയനും വന്നു കേട്ടോ. അവൾക്ക് പനിയൊക്കെ വരുമ്പം നമ്മൾ ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇത് വാങ്ങിക്കൊടുക്കും കേട്ടോ. അപ്പോൾ ഒന്നും കഴിക്കാതിരുന്നാലും ഇത് കുടിക്കുമ്പോഴത്തേക്കും കുറച്ച് എനർജിയൊക്കെ കിട്ടും. അപ്പം മാമനുമായിട്ടൊന്ന് TV ഒക്കെ കാണാൻ. ഇപ്പോൾ ഉച്ചയായ കേട്ടോ. തനുക്കുട്ടന് ഫുഡൊക്കെ കൊടുക്കാൻ സമയമായി. തനുക്കുട്ടന് പനിയൊക്കെ കുറച്ച് കുറവുണ്ട്. ഇപ്പം തനുക്കുട്ട ഓക്കെയാണ്. പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു 1:30 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും അവൾ മരുന്നൊക്കെ കുടിച്ച്. അപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു നോക്കാം. ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ. ഇടയ്ക്ക് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞ് ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ചത് തന്നെ. അല്ലാതെ ഫുഡൊന്നും കഴിക്കില്ല. അപ്പോൾ നമുക്ക് ചോറ് കൊടുത്തു നോക്കാം, കഴിക്കുമെന്ന് പറഞ്ഞുകൂടാ. കൊടുത്തു നോക്കാം.
പപ്പടം പപ്പടം. ചോറത്ത് പോയി കഴിച്ചു കഴി. അവൾ കഴിക്കില്ല കേട്ടോ, ഇപ്പൊ വിശപ്പില്ലായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുത്തു നോക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കൂ. ഓക്കെ, ഇത് വൈകുന്നേരമാണ് കേട്ടോ. ഇപ്പം തനിക്കുട്ടി കുറച്ച് കുറഞ്ഞു. നമ്മൾ പുറത്തൊക്കെ ഒന്ന് കണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ എന്തോന്നു കുറച്ച് കുറവുണ്ട് കേട്ടോ. അവൾക്ക് ഇപ്പം പനി കുറച്ച് മാറി. അപ്പം നമ്മൾ പുറത്ത് കാക്കയൊക്കെ കാണാൻ വന്നതാണ്. ഗൈസ്, ഇപ്പം തനിക്കുട്ടന് കുറച്ച് നല്ല മാറ്റം വന്നു കേട്ടോ. അവൾ പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കണ്ട, അവൾ വീഡിയോ എടുത്ത് തരാമെന്നാണ് കേട്ടോ പറയണത്. ഈ വീഡിയോ ഒക്കെ എടുത്തത് അവളാണ് കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, തനിക്കുട്ടാ നീയും കൂടെ അവിടെ പോയി നിൽക്കുക, ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന്. അങ്ങനെ ഓടിപ്പോയി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഉള്ള ഈ വീഡിയോ അവളാണ് കേട്ടോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ അനിയനൊക്കെ ആയിട്ട് കുറച്ച് നേരം പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. തനുക്കുട്ടനടുത്ത് വീണ്ടും മരുന്ന് കൊടുക്കാൻ സമയം. മരുന്നിൻ്റെ കാര്യം പറഞ്ഞത് തനുക്കുട്ടൻ കഥകടച്ചകത്ത് പോയി. മാമിൻ്റെ കൂടെ എങ്കിലും മാമി തുറക്കും. മരുന്ന് തുറന്നിട്ട് മാമന് വയ്യ മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കള്ളിപ്പെണ്ണ്. അസുഖമൊക്കെ കുറഞ്ഞാ തനിക്കുട്ടാ? കുറവുണ്ടാ? കുറവുണ്ടാ പറ. ഗൈസ്, അപ്പോഴത്തേക്ക് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. അല്ലെങ്കിൽ ഞാൻ നേരത്തെ കുളിക്കും കേട്ടോ. അപ്പോൾ തനുക്കുട്ടന് വയ്യാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് ലേറ്റായിട്ടാണ് കുളിച്ചത്. അപ്പോൾ തനുക്കുട്ടനടുത്ത് ഫുഡ് കൊടുക്കാൻ ടൈമായി. അപ്പോൾ ഗൈസ്, രാത്രിയായി. ഞാൻ തനുക്കുട്ടന് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് മരുന്നൊക്കെ കുടിച്ച് തനുക്കുട്ട കിടന്നുറങ്ങും. തനുക്കുട്ടന് രാവിലെ ഒന്നും ഒട്ടും വയ്യായിരുന്നു. പക്ഷെ ഇപ്പം ഗുഡ് ഗേളായി. ഇപ്പം നല്ല ഗുഡ് ഗേളാണ്. ഗുഡ് ഗേൾ ഫുഡ് കഴിക്കുമല്ലോ, കഴിച്ചോ. അപ്പോൾ അവൾ നല്ല ഗുഡ് ഗേളാണ്. എല്ലാവർക്കും ബൈ പറ. ബൈ. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിച്ച് മരുന്ന് കുടിക്കും, എന്നിട്ട് കിടന്നുറങ്ങണം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം വേറെ വിശേഷമൊന്നുമില്ല. അപ്പം ബൈ.